നമ്മൾ കഷ്ടപ്പെട്ടത് മിച്ചം. ക്രെഡിറ്റ് മുഴുവൻ അങ്ങേര് കൊണ്ടുപോയി. പത്രത്തിൽ പേര് വരുന്ന വിചാരിച്ചിട്ടൊന്നും അല്ലടേ. ആ കയ്യിന്ന് പോയി. കഴിവുള്ളവൻ നക്കുന്നു നുണയുന്നു, ഇല്ലാത്തവൻ തപ്പുന്നു തടയുന്നു. ആക്കല്ലേ, കുടിച്ചിട്ടഴിച്ചു പോടേ. ഉള്ളത് പറഞ്ഞാ തുള്ളൽ വരും. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ചക്രം എന്ന് പറഞ്ഞൊരു മഞ്ഞപ്പത്രമല്ലേ, അതിലൊരു ന്യൂസ് കണ്ടു. ഒരു 2 കോളം. അത് വെച്ച് നോക്കിയാൽ സാറി പറഞ്ഞ പോലെ കയ്യിന്ന് പോയി എന്ന് പറയുന്നത് കുറേശ്ശൊന്നുമല്ല. അതൊരു സർക്കസുകാരനാ, ഒരു തമ്പി, ഏതോ ഒരു പാവം പിടിച്ചവൻ. ശരി, ഞാൻ പോകുന്നു. അമ്മാവാ, ഈ ജമ്പർ തമ്പി എന്ന് പറഞ്ഞ ആളുടെ വീട് എവിടെയാണ്? നേരെ പോയ ഒരു ഷാപ്പ് കാണും, അതിലെ വലത്തോട്ട് തിരിഞ്ഞ് മോളോട്ട് കയറിയാൽ മതി. താങ്ക് യു. ആ വിട്. തമ്പി എവിടെയാ? ഓ, അവനൊക്കെ വലിയ തീവ്രവാദിയായി പോയില്ലേ. എന്നിട്ട് നിങ്ങൾ എന്തിനും മിണ്ടായിരുന്നു? ഈ പറയണ ആളെ നിങ്ങൾക്കറിയാന്ന് പറയാറുന്നില്ലേ? அவருக்கு ஆதார் கார்டு, இந்த ஓட்டு போடுற கடலாசம் ஒன்றும் இல்லை, அதனால ஒன்றும் செய்ய முடியாதுன்னு சொல்லிட்டாங்க. அந்த மெம்பர் இது தீவிரவாதி கேஸா, இடப்பட்ட நானும் குழந்தைகளும் ஜெயிலுக்கு போகும்னு சொன்னாங்க. கொஞ்சம் எடுத்துக்காட்டு இருந்தாலும் அவர் ஒரு பாவம் சார். ഞാൻ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ ശരി, ഞാൻ പോട്ടർ. ഇന്നലെന്താ ഫോൺ എടുക്കായിരുന്നു? ചേട്ടനുണ്ടായിരുന്നു, അതാ. അപ്പൊ ഒട്ടും ഉറങ്ങിയിട്ടുണ്ടാവില്ല അല്ലേ? ഒന്ന് പോ സാറേ. സാർ, മേ ഐ കം ഇൻ? എന്താടോ, ഞാൻ അങ്ങോട്ട് വരാം. ഓ, പൗരൻ, ഈ വിവരം ഏറ്റവും അവസാനം അറിഞ്ഞ ആളാണ് താൻ. ഇന്റലിജൻസ് ബ്യൂറോ എന്നാണ് ഈ പരിപാടിയുടെ പേര്. നന്നായിട്ട് അന്വേഷിച്ചിട്ട് മേലാൽ ഇതുപോലെ എന്തെങ്കിലും പറയാവൂ. തനിക്കൊരു പണിഷ്മെന്റുള്ള വകുപ്പ് ഇതിൽ കാണുന്നുണ്ട്. സാറേ, എന്റെ കാര്യം പോട്ട്. ദേ ആർ ഇന്നസെന്റ് പീപ്പിൾ. നമ്മൾ ചെയ്തൊരു മിസ്റ്റേക്ക് കാരണം ശിക്ഷിക്കപ്പെടാൻ പോകുന്ന 2 നിരപരാധികളാണ് സാർ. താൻ പറയുന്ന മനുഷ്യാവകാശമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഡിപ്പാർട്ട്മെന്റിനൊരു തെറ്റുപറ്റിയെന്ന് വന്നാൽ ആദ്യം ശിക്ഷിക്കപ്പെടുന്നത് താനായിരിക്കും. മൈൻഡ് ഇറ്റ്. പറ്റാനുള്ളത് എന്തായാലും പറ്റി. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഡിപ്പാർട്ട്മെന്റ് നമ്മളെ സഹായിക്കും. എടോ, നമ്മൾ പോലീസുകാർ ഒരുമിച്ച് നിൽക്കണമെന്ന് താനിത് അറിഞ്ഞിട്ടില്ല. അല്ല,